സംസാരിച്ചോട്ടെ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയും ചെയ്തു. ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞത് മഞ്ജു വാര്യർക്കെതിരെയാണ് നടൻ ദിലീപ്. ഈ കേസിന്റെ ഗതി മാറ്റിയ പ്രസംഗം മഞ്ജു വാര്യരുടേതായിരുന്നു. മഞ്ജു വാര്യരുടെ പരാമർശമായിരുന്നു. സ്വാതി, മഞ്ജു വാര്യരോടുള്ള കാര്യം, ദേഷ്യം, ഈ കേസിലുള്ള മഞ്ജു വാര്യരുടെ പങ്ക്, അത് ദിലീപ് ഈ പ്രതികരണത്തിൽ തന്നെ ഒന്നാമത്തെ വാചകത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ ശേഷം മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതായത് ഈ ഗൂഢാലോചനയിൽ മഞ്ജുവിനും പങ്ക് എന്നല്ലേ പറഞ്ഞു വെക്കുന്നത്. ലക്ഷ്മി പത്മ, ഈ ഗൂഢാലോചനയിൽ മഞ്ജുവിന് പങ്ക് എന്നുള്ളത് മാത്രമല്ല, മഞ്ജുവാണ് ഈ ഒരു ഗൂഢാലോചന ഇതിന് തുടക്കമിട്ടത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ദിലീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. നമുക്കറിയാം ദിലീപ് ഭയങ്കര വലിയ ദൈവഭക്തനാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു. തൊട്ടടുത്ത വാക്കായി പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് തുടക്കം കുറിച്ചത് മഞ്ജു വാര്യരാണ്. അതിന് പിന്നാലെയാണ് ഈ കേസ് തന്നിലേക്ക് തിരിയുന്നത്. പിന്നീട് അതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു. ഒപ്പം മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും പിന്നീട് മുഖ്യപ്രതിക്കൊപ്പം ചില മാധ്യമ പ്രവർത്തകരടക്കം കൂട്ടുനിന്നാണ് തനിക്കെതിരെ ഇത് വലിയ ഗൂഢാലോചനയായി മാറിയത് എന്നുള്ള കാര്യമാണ്. ദിലീപ് ഇതിനു മുൻപ് പരോക്ഷമായി പലതരത്തിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും തൻ്റെ മുൻ ഭാര്യ കൂടിയായ മഞ്ജു വാര്യരുടെ പേരെടുത്ത് ഒരു പരാമർശം ഇതിനു മുൻപ് ദിലീപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ കുറ്റവിമുക്തനായി എന്ന് തെളിഞ്ഞതിന് ശേഷമാണ് ദിലീപ് മഞ്ജു വാര്യരുടെ പേര് എടുത്തു പറയുന്നത്. അതിൽ നിന്ന് തന്നെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ വ്യക്തമാണ് ദിലീപിന് എത്രമാത്രം ദേഷ്യം അല്ലെങ്കിൽ വൈരാഗ്യം ഇക്കാര്യത്തിൽ മഞ്ജു വാര്യറിനോടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ അത്രയും അധികം ആളുകൾ, മാധ്യമപ്രവർത്തകരുടെ മറ്റു ചോദ്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ദിലീപ് അങ്ങോട്ട് ഇക്കാര്യം പറയുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഗൂഢാലോചനയ്ക്ക് തുടക്കം കുറിച്ചത് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യത്തിലേക്ക് പോലീസിനെ എത്തിച്ചത് മഞ്ജു വാര്യരാണ് എന്നുള്ളതാണ്. ഈ വാർത്ത അല്ലെങ്കിൽ ഈ കേസ് കൂടുതലായി ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ളതാണ് ഈ കാര്യം എന്നുള്ളതാണ്. ഈ നടി ആക്രമിക്കപ്പെട്ട ആ ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് എറണാകുളത്ത് ഇത്തരത്തിൽ നടീനടന്മാർ ചേർന്നിട്ട് യോഗം ചേരുന്നത്. അമ്മയുടെ പ്രധാന പ്രമുഖരായിട്ടുള്ള നടീനടന്മാരെല്ലാം അവിടെ സംസാരിക്കുകയും ആ സമയത്താണ് ദിലീപ് ഇരിക്കുന്ന വേദിയിൽ മഞ്ജു വാര്യർ ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. ആ സമയത്ത് ദിലീപും അവിടെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ദിലീപ് എന്നുള്ള പേര് ഇതിലേക്ക് ഉയർന്നു വരുന്നത്. അതിനു മുൻപ് വരെ ഒരു വെറും കൊട്ടേഷൻ ആക്രമണം ആയിരുന്നുവെങ്കിൽ പിന്നീട് അതിലേക്ക് ദിലീപ് വരികയും അത് ഇത്ര വലിയ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന കോളിളക്കം സൃഷ്ടിക്കുന്ന കേസാവുകയും ഈ 9 വർഷക്കാലം അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയും 7 വർഷക്കാലം വിചാരണ നേരിടുകയും ചെയ്തു. ഇന്നിപ്പോൾ കൃത്യമായും താൻ കുറ്റവിമുക്തനായി എന്ന് കോടതി പറഞ്ഞു. അതിന് പിന്നാലെ ദിലീപ് മഞ്ജു വാര്യരുടെ പേര് ആദ്യം പറഞ്ഞിരിക്കുന്നു, ആ ഗൂഢാലോചന എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്ത് WCCയുടെ അടക്കം പോസ്റ്റ് വരുന്നുണ്ട് അവൾക്കൊപ്പം എന്നുള്ളത്. ഇനി ഈ മഞ്ജു വാര്യരുടെ പേര് ദിലീപ് പറഞ്ഞതിൽ കേന്ദ്രീകരിച്ചായിരിക്കും തുടർ ചർച്ചകൾ എന്ന് വ്യക്തമാണ്. ലക്ഷ്മി പത്മ.